ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നും ഏകദേശം ഒരു 4-5 മണിയായ സമയത്ത് ഞാൻ ഈസുവിൻ്റെ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്ക് കിട്ടി, അപ്പോൾ അത് പൊതിഞ്ഞു കൊടുക്കണേന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഹെസമോളും ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. ഈസു ആണെന്നുണ്ടെങ്കിൽ കളിച്ചാൻ പോയിക്കാണ് ഓന്. പിന്നെ കളിച്ചാൻ പോയിട്ടോ. അപ്പോൾ ഇനി ഹെസമോളെ മുടി കണ്ടപ്പോൾ എനിക്ക് ആകതായി. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് റെഡി ആക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കണം. കാരണം എണ്ണ കൂടുതൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ജലദോഷം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയും കാര്യങ്ങളൊന്നും ഞാൻ വല്ലാതെ തേച്ച് കൊടുക്കലില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും. ഈസു ആണെന്നുണ്ടെങ്കിൽ ഈസുവിന് പിന്നെ കുറച്ചൊക്കെ ഇഷ്ടമാണ് എണ്ണ തേക്കണത്. എനിക്ക് പിന്നെ കുഴപ്പമില്ല. അത് അവനെ പൊന്നിന്റെ മുടി പറഞ്ഞത് കേട്ടാ. അതിങ്ങോ അത് ഫോക്സ്, അത് അത് ലയൺ, അത് സിംഹം, കുക്കുംബർ, ബിയർ, ബാറ്റ്. അപ്പൊ അതെന്താ കുട്ടി. അപ്പൊ ഇതെന്താ ഇല്ല എന്റെ മുടി വാർന്നു. മതി അവസ്ഥ മതി നല്ല ബുക്കാണ്. ഞാൻ ഇതിൽ ചിത്രം കാണിച്ചത് രാവിലെ നോക്കാം. സ്ഥലങ്ങളൊക്കെ ഹോസ്പിറ്റലുകളോ സാരവാ ഹോസ്പിറ്റൽ സ്കൂള് ഹോസ്പിറ്റൽ ഒക്കെ നോക്കാം. അയച്ചോക്കാം. പോകുന്നുണ്ടോ? അതൊരു കൃഷി. അത് പോസ്റ്റ് ഓഫീസ്. കത്രികയുടെ സ്കൂൾ കളിച്ചല്ലോ അവനെ കാടിയിട്ട് വേണ്ടാന്ന്. ഈ കത്രികയുടെ കളിച്ചല്ല, കത്രിക കയ്യൊന്ന് തട്ടുള്ളൂ.
കാലിന് ചെറുതായിട്ട് വേദനിച്ചൊക്കെ ചെയ്യുന്നേക്കാ. ചെറിയ രീതിയിൽ വേദനിപ്പൊക്കെ ചെയ്യുന്നു. ചുണ്ടിനെ നോക്കട്ടെ മമ്മി, ചുണ്ടിനെ നോക്കട്ടെ. ഓ ലിപ്സ്റ്റിക് ആയല്ലോ, ലിപ്സ്റ്റിക് ആയല്ലോ ഇവിടെ. അതെടുത്തോ. ചെറുകാലപ്പന പുസ്തകം ബാക്കിയുള്ളവരെ പൊതിഞ്ഞോട്ടുണ്ടോ? ആളുകൾ തരാം നമുക്ക് കൂട്ടിക്കെ കത്രിക അതുണ്ട് പറഞ്ഞു. ഇട്ടാ മണ്ണിപ്പ ഇതാക്കല്ലേ ചെരുപ്പ്, ചെരുപ്പ് ഇങ്ങോട്ട് വെച്ചാ അല്ലെങ്കിൽ അമ്മ കൂടെ കയറാം മണ്ണും കാര്യങ്ങളൊക്കെ. മോളെ അല്ലേ പുതിയ ചെരുപ്പാണ് ഞാൻ കൊണ്ടുപോയിക്കണം, അത് ഇങ്ങോട്ട് വെച്ചാണ്. ആ വേഗം എന്റെ ഒക്കെ വെള്ളം കൊണ്ട് കളിച്ചമ്മ നാട്ടിൽ കിട്ടുവേ. ഹേസമോളാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് നല്ല മണ്ണിൽ കളിച്ചട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇനി ഓലെ രണ്ടാളെയും കുളിപ്പിച്ചാൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓള് കളിച്ചോട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ അധികമായിരിക്കും, പിന്നെ മുറ്റത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കളി അധികമായിരിക്കും കേട്ടോ. മണ്ണിലൊക്കെ നല്ലോണം കളിച്ചു, വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട്. പിന്നെ ഇപ്പം ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. യസുവിനെ പിന്നെ മണ്ണ് കളിച്ചാനൊന്നും വല്ലാതെ കിട്ടൂല. ഓന് എന്താണ് ഒന്നില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, കൂടുതലൊന്നും പോകില്ല. ഒന്നില്ലേ മേലത്തെ വീട്ടിലേക്ക്, ഒന്നില്ലേ ഞങ്ങളെ അടുത്ത താഴത്തെ വീട്ടിലേക്ക്, അങ്ങനെയൊക്കെ പോകുന്നല്ലാതെ കൂടുതലൊന്നും പോകില്ല. അല്ലെങ്കിൽ പിന്നെ സ്കേറ്റിങ്ങുമേ, അതല്ലെങ്കിൽ പിന്നെ എന്താണ് പന്തളിച്ച, അല്ലെങ്കിൽ പിന്നെ അച്ഛനോട് തല്ലൂടെ, അതൊക്കെ തന്നെ ഓൻ്റെ പരിപാടി. പിന്നെ സ്കൂളും കൂടിയും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നലെ അതേപോലെ പുസ്തകം പൊതിയാനിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുത്തിന്ന്. അപ്പം ഇന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയപ്പോൾ ഇനി നാളെ കൊണ്ടുപോകേണ്ടതല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ പൊതിയലുണ്ടാവില്ല. അപ്പോൾ ഞാൻ കിട്ടിയ സമയത്ത് തന്നെ പൊതിഞ്ഞു കൊടുക്കണേന്. കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണ് ഞാൻ അപ്പോൾ സ്റ്റാബിലർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം മുറ്റത്ത് കൂടെ നടന്നിട്ട് രണ്ടാളെയും കുളിപ്പിച്ച് പിന്നെ ഉള്ളിൽ കയറ്റുക. അപ്പോൾ തന്നെ ബാങ്കും കൊടുക്കും ഏകദേശം. പിന്നെ അധികം എന്താണ് പോലെ രണ്ടാളും അങ്ങനെ കൂടുതൽ എന്താണ് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂല്ലോ മുറ്റത്തൊക്കെ ഇറങ്ങുക, അല്ലാതെ ഹെസൻ്റെ കാര്യം പ്രത്യേകിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഓലെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കും ചെയ്യും, അല്ലാതെ ഒറ്റയ്ക്ക് മുറ്റത്ത് കൂടെ നടത്താൻ പറ്റില്ലല്ലോ. പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ കാണും. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് പീടി പോവാണ് പറഞ്ഞിട്ട് പോയിക്കണം കേട്ടോ. രണ്ടാളും നല്ല കളിയിലാണ്. കടയിൽ പോയി. എന്തിനാ പോയിന്ന് കടയിക്കപ്പോ? ബലൂണോണ്ടാ നിക്കണോ? വെള്ളം നിറച്ചിക്കണേ അങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് അവിടെ പൊട്ടിച്ചിടരുതേ.
ഒക്കെ എടുക്കണല്ലേ അവിടുന്ന് പരത്തിയിട്ടുണ്ടെങ്കിൽ. ഹെസമോളെ മേത്ത് കൂടെ ആകെ ചളിയാണ്. ഇനി കുളിപ്പിച്ച രണ്ടാളും കുളിച്ചിട്ടില്ലേ? വാങ്ങി കൊടുക്കാനായില്ലേ? ഞങ്ങള് കളിച്ചോളിയും. ഇടിയാ പൊട്ടണത്. ഹെസമോളെ മേത്തൊക്കെ മണ്ണ് കളിച്ചിട്ട് ചളി. ഇസോ കുട്ടിനെ കാട്ടാൻ നിക്കല്ലേ. വെള്ളം നടക്കണില്ല അപ്പൊ. കുളിച്ചന്റെ മുന്നത്തെ എൻ്റെ മീത് കൂടെ നിറച്ച് ചളിയാണ് മോനെ. ആ എന്ത് കളിയാ? ശരിയാവില്ല. വെള്ളം വെറുതെ ഇതാക്കണ്ട. വെള്ളം വേസ്റ്റ് ആക്കല്ലേന്ന്. എന്താ ഈ കാട്ടണത്? പൊട്ടിയില്ലേ? കുളിച്ച നടന്നാളിങ്ങളെ ഉണ്ടാളും. ഇസോ മതിയൊക്കെ പാടെ പൊട്ടിച്ചണ്ട. ബാക്കി എടുത്തേച്ചലാ നടക്കേ വാങ്ങി കൊടുക്കാനായി. കാക്കു പോയി. കാക്കു കസാല കൊല്ലാന് പോയി. കുട്ടി കസാലേ അത് കുഴപ്പമില്ല. കളറ് പറയാനാ? എസ്മോൾ അവിടെ ഇരുന്നോ? കളർ പറയാന്. അപ്പൊ പൊട്ടിച്ചണ്ടേ ബലൂണ്? കളറ് പറയണ്ടേ? കളറ് പറയേ. എന്നിട്ട് അവിടെ ഇരിക്കേ. അങ്ങനെ മതി. ആ വാവുവാണ് അന്നെ ആക്കിക്കോ. അങ്ങോട്ടിരിയേ നീ കാക്കൂലേ? ഞാൻ കണ്ടു. അന്ന് പൊട്ടിച്ചോട്ടെ. അത് വേണ്ട. എന്നാ കാക്കുനെ മാത്രം ആക്കിയാൽ മതി. എസ്മോളെ എന്നെ വേണ്ട കേട്ടോ.
അടുത്ത ഞാനാണ് ഒന്ന് എന്താ നിങ്ങളെ രണ്ടാളെ അവസ്ഥ? എന്റെ പേത്തിലാക്കി ഓക്കെ കാട്ടെ കാട്ടെ കളിക്കുന്ന തലമ തപ്പി തലമ പിടിച്ചില്ല അപ്പൊ തലമ തട്ടും പച്ച ഇത് കൂടി മോൾ കൂടി ആക്കുന്നത് കൂടി അങ്ങനെ മോൾ കൂടി പൊട്ടിച്ചേ കെയിനോ ബലൂണേനോ? രണ്ടാളും കുളിച്ചാൽ നടക്കിട്ടോ. പൊട്ടിച്ചേ പൊട്ടിച്ചത് പൊട്ടിച്ചേ നിക്കേ ഇതൊന്നും പാടില്ല പൊട്ടി വേണ്ട വേണ്ട ഇസോ വേണ്ടടാ. അവന് കുട്ടികളെ പെറുക്കിക്കാം. ഞാൻ ബലൂണിന്റെ പൊട്ടെല്ലാം അവിടെ നിന്ന് എടുത്താണ്. എടുക്ക് ഇസോ ആ ബലൂണിന്റെ വേസ്റ്റ് ആ ബലൂണിന്റെ പൊട്ടുകൾ ഉണ്ട് അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടി. എന്തായാലും ചെരുപ്പ് അങ്ങനെടാ. എന്നാ ബലൂണിന്റെ അതോള് പൊട്ട് എടുക്കള അവിടെ നിന്ന് വേടിക്ക് ബാങ്ക് കൊടുക്കാനായി കുളിച്ചാനായി. എസ്മോളെ എസ്മോളെ എന്തിനാണ് കസാല അവിടെ നോട്ടെ ആ കാർ ഷെഡിൽ വെച്ചല്ല. പക്ഷെ ബലൂണിന്റെ പൊട്ടുകൾ എടുക്കണം. ഇസുവാ അതുകൾ എടുക്കുന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ല. അങ്ങനല്ല ഓരോന്നോരോ എസ്മോളെ വായിലെന്താ? എസ്മോളെ വായിലെന്താ?
അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇനിയും ജോലികൾ ബാക്കിയാണ്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, കുളിക്കണം, അങ്ങനെ ഒരുപാട് ജോലി. ഇന്നങ്ങനെ തിരുമ്പാനൊന്നുമില്ല കേട്ടോ. ഇന്നലെ തിരുമ്പിയ തുണികളൊക്കെ ഞാൻ തോരിട്ട് കൊടുത്ത് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഉച്ചക്ക് ചിക്കന് പൊരിക്കും വേണം, അതേപോലെ തന്നെ വായക്കൊപ്പേരിണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കണേന്. എന്നിട്ട് വേണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ. ഇസു വേണമെന്നുണ്ടെങ്കിൽ കുളിച്ചാൻ വയ്ക്കണം കേട്ടോ. ഹെസമോളെ ഇനി ഞാൻ എൻ്റെ കുറച്ച് ജോലിയും കൂടി ഉണ്ട്. റൂമൊന്ന് ക്ലീൻ ആക്കണം. കാരണം തുണികളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ കേട്ടിട്ടാട്ടോ ഞാനിപ്പോൾ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കണത്. നല്ല സൗണ്ടിൽ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാനും ഒരു അത്രയും, അല്ലെങ്കിൽ നല്ല ഒന്നും കൂടിയും എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാട്ടെന്തെങ്കിലും കേട്ടിട്ട് ജോലി ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ കഴിയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം, അതേപോലെ തന്നെ എനിക്ക് പോയിട്ട് കുളിച്ചണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ബൈ.